നമുക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകളിലേക്ക് തന്നെ പോകാം. പശ്ചിമേഷ്യൻ യുദ്ധ സമാധാന ചർച്ചയ്ക്കായുള്ള അമേരിക്കൻ പ്രതിനിധി സംഘത്തിൻ്റെ ഇസ്ലാമാബാദ് യാത്ര റദ്ദാക്കി. അബ്ബാസ് അറക്ചി ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് യാത്ര റദ്ദാക്കിയത്. സമാധാന ധാരണ സംബന്ധിച്ച ഇറാൻ്റെ നിലപാടുകൾ മധ്യസ്ഥരായ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ US പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് യാത്ര ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ട്രംപ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നു, യാത്ര റദ്ദാക്കുകയാണ്. അപ്പോൾ സമാധാനത്തിനായുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ചർച്ചകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെ തന്നെയല്ലേ? ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, അത്തരത്തിലൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായാണ് ഇസ്ലാമാബാദിലേക്ക് JD വാൻസ് ഉൾപ്പെടെയുള്ള സംഘം എത്തുമെന്നും അതുപോലെ തന്നെ ജേഡ് കഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫും എത്തും എന്ന ഒരു നിലപാട് ആദ്യം തന്നെ എത്തുമെന്നും പിന്നീട് JD വാൻസും മറ്റുള്ളവരും എത്തും, അല്ലെങ്കിൽ മാർക്കോ റൂബിയോയും എത്തുമെന്നൊരു നിലപാടായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു നിലപാടിൽ നിന്നും കൃത്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നൊരു നിലപാടായിരുന്നു അബ്ബാസ് അറാഖ്ചി അറിയിച്ചിരുന്നത്. അബ്ബാസ് അറാഖ്ചി പാകിസ്ഥാനിലെത്തി മധ്യസ്ഥ രാജ്യവുമായി ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചർച്ചകൾ തുടരാതെ അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ യാത്ര റദ്ദാക്കിക്കൊണ്ട് ട്രംപ് നിലപാട് അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇന്ന് അല്പസമയം മുമ്പ് വരെ പുറത്തു വന്നിരുന്ന വാർത്തകൾ അനുസരിച്ച് JD വാൻസും മാർക്കോ റൂബിയോയും പാകിസ്ഥാനിലെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന സൂചനയും ലഭിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷേ ഈ സമാധാന ധാരണകളുടെ സാധ്യത വീണ്ടും മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അനിശ്ചിതകാല വെടിനിർത്തലിലേക്കാണ് പോയിരിക്കുന്നത് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇറാന് പ്രതികരിക്കാനോ സാമ്പത്തികമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ സൈനികമായി പ്രതികരിക്കാനോ ഒരു നേതൃത്വം ഏറ്റെടുക്കാനോ ഉള്ള സംവിധാനമില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആക്രമണം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടക്കുമെന്ന പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.